മുത്തേ അമ്മയെ നോക്കടാ നോക്കടാ മുത്തേ 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 അമ്മയുടെ മുത്തേ നോക്കടാ നോക്കടാ നോക്കടാ. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ ഈ കേട്ടത് ഒരു അമ്മയുടെ മനം നൊന്തുള്ള കരച്ചിലാണ്, ഒരു അമ്മയുടെ നിലവിളിയാണ് നിങ്ങൾ ഈ കേട്ടത്. പ്രിയപ്പെട്ടവരെ, സംഭവം നമ്മുടെ കൈവിട്ടു പോവുകയാണ്. ഒരുപാട് മക്കളുടെ മരണമാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു വെക്കേഷൻ കാലമാണ്, വേനൽ അവധിയാണ്, ശ്രദ്ധിക്കണമെന്ന്. ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഷോക്കേറ്റും വെള്ളത്തിൽ വീണും പലയിടങ്ങളിൽ നിന്നും വാർത്ത നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് മക്കളുടെ മരണം. സംഭവം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കണം. പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മുടെ പൊന്നോമന മക്കളെ, നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ പൊന്നു മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അറിവില്ലാത്തവരാണ് അവർ, ചെറിയ മക്കളാണ്. അപകടത്തിലും അബദ്ധത്തിലും വന്ന് ചാടാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അത് പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപകടത്തിലും അബദ്ധത്തിലും വന്ന് ചാടിയിട്ട് ഇത് പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കല്ലേ പ്രിയപ്പെട്ടവരെ. മക്കളെ ശ്രദ്ധിക്കുക. ഇന്ന് ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണിത്. ഒരു അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. മക്കൾ മരണപ്പെട്ടാലുള്ള വിഷമം, അവരുടെ ആ ഒരു പ്രയാസം നമ്മൾ മനസ്സിലാക്കിയതാണ്. പടച്ചറബ് അവരുടെ മനസ്സ് മാറാതെ നോക്കട്ടെ. ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് പാമ്പ് കടിയേറ്റാണ്. ഇന്ന് ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. തിരുവനന്തപുരത്തെ ചിറകിൻകീഴ് അയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ വീട്ടിൽ നിന്നും ഉയർന്ന വലിയൊരു നിലവിളിയാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. കരളലിയിക്കുന്ന ആ ഒരു കാഴ്ച അവിടെ നിന്നവർക്കൊന്നും സഹിക്കാനാവില്ല. മരണപ്പെട്ടിരിക്കുന്നത് മൂലയിൽ കമ്പിക്കകം വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ 8 വയസ്സുകാരനായ മകൻ ദീക്ഷനാണ് മരണപ്പെട്ടത്. പാമ്പ് കടിയേറ്റതിനെ തുടർന്നാണ് ആ പൊന്നുമോന് മരണത്തിന് കീഴടങ്ങിയത്. സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ആ പൊന്നുമോനെ രക്ഷിക്കാനായില്ല. സംഭവം ഇങ്ങനെയായിരുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പൊന്നുമോൻ. പുലർച്ചെ 4 മണിയോടെ കാലിലെന്തോ കടിച്ചു എന്ന് പറഞ്ഞ് മോൻ ഉണർന്നതാണ്. എന്തോ കടിയേറ്റു എന്ന് പറഞ്ഞ് കുട്ടി കരയുമ്പോൾ മൂങ്ങയാണോ കടിച്ചതെന്ന് ചോദിച്ച് അവർ തമാശ പറഞ്ഞു അത്രേ. അച്ഛനോടൊപ്പം നിലത്ത് കിടക്കുകയായിരുന്നു കുഞ്ഞ്. അങ്ങനെ മോനെ എത്രയും പെട്ടെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവിടെ ആവശ്യമായ ആന്റിവനം ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നമ്മുടെ ഒന്നും ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സ എവിടെയുമില്ല. പിന്നീട് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. എത്രയും പെട്ടെന്ന് കിട്ടേണ്ട ചികിത്സയായിരുന്നു അത്. അതാണ് മോൻക്ക് അവിടെ നിന്ന് നിഷേധിക്കപ്പെട്ടത്. അങ്ങനെ കുട്ടിയെ എന്താണ് കടിച്ചതെന്നറിയാൻ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു മൂർഖം പാമ്പിനെ അവിടെ കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കണം. ചൂടാണ്. ചൂടായതുകൊണ്ട് തണുപ്പ് കിട്ടുന്ന പ്രദേശങ്ങളിലാണ് പാമ്പുകൾ, ഇഴജീവികൾ എത്തിപ്പെടുക. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൂട്, സൂര്യാഘാതം ഏറ്റിട്ട് കണ്ണൂരിൽ നിന്നും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം. മക്കളെയൊന്നും പുറത്തുവിടാതെ ശ്രദ്ധിക്കുക. വേനൽക്കാല അവധി തന്നിരിക്കുന്നത് നമ്മുടെ മക്കളുടെ സുരക്ഷത്തിന് വേണ്ടിയാണ്. ഇതിപ്പോൾ സുരക്ഷിതമല്ല, അബദ്ധമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊന്നുമോൻ്റെ വീട് കുറ്റിക്കാടും പാഴ്ചെടികളും നിറഞ്ഞ ചതുപ്പ് നിലത്തിന് നടുവിലുള്ള ഒരു സുരക്ഷിതവുമില്ലാത്ത വീട്ടിലാണ് ഈ ഒരു കുടുംബം താമസിക്കുന്നത്. ഈ കുട്ടിയും അച്ഛനും ചൂട് കാരണം കട്ടിലിൽ നിന്ന് ഇറങ്ങി നിലത്ത് കിടന്നത് തന്നെയാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് ചൂട് കാരണം എല്ലാവരും, അധിക പേരും കട്ടിലിൽ കിടക്കുന്നില്ല. സാധാരണക്കാരുടെ വീട്ടിൽ AC-യോ തണുപ്പിക്കാനുള്ള മറ്റു ഉപകരണങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇങ്ങനെ തറയിൽ കിടന്നുറങ്ങും. ഞാൻ പോലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നത് അബദ്ധമാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബവും വലിയൊരു ആരോപണവുമായി വന്നിരിക്കുന്നത്, ആദ്യമായി കൊണ്ടുപോയ ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ബന്ധുക്കളുടെ ഈ ഒരു ചോദ്യം വളരെയധികം വേദനയുള്ളതാക്കുന്നു. ജീവൻ രക്ഷിക്കാൻ നമുക്കൊക്കെ പറ്റുമായിരുന്നിട്ടും ആ കുട്ടിയെ രക്ഷിക്കാനായില്ല. ഇന്ന് ആ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ചിരിയാണ് ഇല്ലാതായത്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബേ. നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് സൂര്യാഘാതമേറ്റാണ്. ഈ വാർത്ത വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്, എൻ്റെ നാട്ടിൽ നിന്ന്. സനൽകുമാർ എന്ന 37 വയസ്സുകാരനാണ് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു പോയത്. ചൂട് കൂടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കണം. കിണർ പണിക്കിടെയാണ് ഈ യുവാവ് മരണപ്പെട്ടത്. കണ്ണൂരിനെ ഇപ്പോൾ വലിയൊരു ആശങ്കയിലായിരിക്കുകയാണ് ഈ യുവാവിൻ്റെ മരണത്തോടെ. പലരും ജോലി ഒഴിവാക്കി വീട്ടിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്.
എന്നുവെച്ചാൽ ശരീരം തളർന്നു പോവുകയാണ് ചൂട് കാരണം. അധ്വാനമുള്ള ജോലിയാണ്. സനൽകുമാർ മരണപ്പെടുന്നത് കിണർ പണിക്കിടയിലാണ്. ഇന്നലെയായിരുന്നു സംഭവം. കിണർ പണിക്കിടയിൽ സനൽകുമാർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൈവിട്ടു പോകുന്ന മരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് പടച്ചറബ്ബ് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.